കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രതികൾ ഇറങ്ങുന്നു എന്ന വാർത്തയാണ് ഇന്ന് ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് സാമുവൽ എന്ന പ്രേക്ഷകനൊപ്പം ചേരുന്നുണ്ട്. സാമുവൽ പറയൂ. ഗുഡ് ഈവനിങ് ഫാദർ സാമുവൽ. ഫാദർ സാമുവൽ പറയൂ. അതായത് ഓരോ പാർട്ടിയും ഓരോ രീതിയിലാണ് അവരുടെ പ്രചാരണം നടത്തുന്നത്. ഈ പ്രചാരണത്തിലൊന്നല്ല കാര്യം കിടക്കുന്നത്. ആരാണ് സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ആ സ്ഥാനാർത്ഥി ജയിച്ചാൽ ജനത്തിന് വല്ല ഗുണം ഉണ്ടാകുക, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യും, അതൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പ്രാപ്തരായ ജനങ്ങളാണ് ഇന്നുള്ളത് കേരളത്തില്. അല്ലാതെ പ്രചരണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഫ്ലക്സ് ബോർഡിലോ ഇതിലൊന്നും കാര്യം കിടക്കുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രായമുള്ള ഒരാളാണ്. ഒരു സ്ഥാനാർത്ഥി പോലും എന്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. എന്റെ അടുത്ത് വരികയോ എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കെന്ത് കാര്യം? വോട്ട് ചെയ്യണം, അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അതിന് താല്പര്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും പ്രായമുള്ളവരുടെ അടുത്തൊക്കെ അവർ വന്ന് കുശലാന്വേഷണം നടത്തി എന്താ അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് ജനത്തെ സേവിക്കുക എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ എന്നെ പോലുള്ളവർക്ക് ഈ പ്രായാധിക്യത്തിലും വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ശരി ഫാദർ സാമുവൽ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതായത് പ്രതികൾ ഇറങ്ങുന്നതിൽ സ്ഥാനാർത്ഥികൾക്ക് ഒരു കുഴപ്പമില്ല എന്ന വാക്ക് മാറ്റി ഉളുപ്പുമില്ല എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ശരിയാവുക, അല്ലേ? അങ്ങനെ തന്നെയാണ് ശരിയായിട്ടുള്ളത്. അവരെ കൂടെ കൂട്ടുന്നതിൽ, അങ്ങനെയുള്ള പ്രതികളെ ചേർത്ത് നിർത്തുന്നതിൽ, അവർക്കൊപ്പം നടക്കുന്നതിൽ, അവരെ പ്രചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ കയറ്റുന്നതിൽ, അതാണ് നമ്മൾ പ്രധാനമായും കാണേണ്ടത്. സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ അക്രമം നടത്തുന്ന ആളുകൾ, കൊലപാതകം നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഈ തരത്തിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായി വരുമ്പോൾ അവർ എന്ത് സന്ദേശമാണ്, നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ കാണുന്നത് സ്ഥാനാർത്ഥിയെ മാത്രമല്ല, സ്ഥാനാർത്ഥിയെ ഒരു ഭാഗത്ത് കാണുന്നതോടൊപ്പം തന്നെ ആ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരം ലഭിക്കുന്ന മുന്നണി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരോടൊപ്പം നടക്കുന്ന ആളുകളുടെ മനോഭാവങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒറ്റക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലക്ക് മാത്രമല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും അവർ കേരളത്തിൽ ഈ തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു, അവരോടൊപ്പം പ്രചരണത്തിന്റെ ഭാഗമാകുന്നു, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വോട്ട് നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ. അവരെല്ലാം എത്രയോ ക്രിമിനൽ കേസുകളുടെ ഭാഗമായി അല്ലെങ്കിൽ നശീകരണ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ആ സംഘടനകളെല്ലാം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു നശീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള, ജനവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള, ജനാധിപത്യ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന സംഘടനകളാണ് ഇവരെല്ലാം. അങ്ങനെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ നേതാക്കന്മാരെയും ആളുകളെയും എത്ര ശക്തമായിട്ടാണ് പുകഴ്ത്തുന്നത്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇന്നും ഇന്നലെയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ വിശുദ്ധന്മാരാണ് ഈ തീവ്രവാദ സംഘടനകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നാണ് കാണാൻ കഴിയുക. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ബിനോയ് വിശ്വം, അദ്ദേഹം കഴിഞ്ഞ ദിവസം SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ, അതല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ച്, അവരുടെ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എത്ര ആത്മാഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, ഞങ്ങൾ അവരുടെ വോട്ടുകൾ സ്വീകരിക്കും, ഞങ്ങൾ അവരെ. തലയോലപ്പറമ്പിൽ നിന്ന് ഗംഗാധരൻ എന്ന പ്രേക്ഷകനൊപ്പം ചേരുന്നുണ്ട്. ഗംഗാധരൻ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? രാഷ്ട്രീയത്തിൽ ഇപ്പം മൂല്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണില്ലേ. അതായത് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇപ്പൊ മാതൃകയാക്കാനില്ല ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും. ഇപ്പൊ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് BJP. ജനസേവനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP. കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് വൈസ്പതിയും ചെങ്കൽ രാജശേഖരനും ഇതുപോലെയുള്ള നേതാക്കന്മാർ വന്നെങ്കിൽ മാത്രമേ ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഈ മാറി മാറി വരുന്ന മുന്നണിക്കാര് ഈ കഞ്ചാവ് അടിക്കാരെയും കള്ളക്കടത്തുകാരെയും മയക്കുമരുന്നുകാരെയൊക്കെ രക്ഷിക്കുക എന്ന ആൾക്കാരാണ്. അതാണ് ഇതിനകത്തുള്ള കുഴപ്പം. ശരി ഗംഗാധരൻ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നോക്കൂ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ കയറി എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും നേതാക്കൾ നയിക്കുന്നവരൊക്കെ കള്ളന്മാരാകുമ്പോൾ കൂടെ നടക്കുന്നവരും അതാകുന്നതിൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം ഉയരുന്നുണ്ട്.
അതൊരു സാമൂഹിക ചർച്ചയായി മാറ്റിയിരിക്കുകയാണ് കൃഷ്ണരാജ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്, ഞങ്ങൾ ആ തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരാണ്, അഴിമതി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, ജനങ്ങളുടെ വിശ്വാസത്തെയും ജനങ്ങളുടെ നിലപാടുകളെയും കളയുന്നവരെ കൂടെ നിർത്തുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ പറയുന്നതിൽ ഞങ്ങൾ വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് അത് വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ശബരിമല, അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ള ആളുകൾ, കളവ് നടത്തിയിട്ടുള്ള ആളുകൾ, ആ ആളുകൾ രണ്ട് മുന്നണിയുടെയും ഭാഗമല്ലേ? കേരളത്തിൽ ഇത്രയേറെ ഒരു വലിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കൊള്ളക്ക് രണ്ട് മുന്നണികളിലും പെട്ടിട്ടുള്ള നേതാക്കന്മാർ, ഇപ്പൊ ശബരിമല കൊള്ളയുടെ സ്വർണം എടുത്തുകൊണ്ടുപോയതൊരു വിഭാഗമാണെങ്കിൽ അതിന്റെ വിൽപ്പന നടത്തിയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തിയതും ഒക്കെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ UDF നേതാക്കന്മാരെ കാണുന്നുണ്ട്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെ അങ്ങനെയൊക്കെ വരാം. കാണുന്നുണ്ട്. തങ്കച്ചൻ എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്നൊപ്പം ചേരുന്നുണ്ട്. തങ്കച്ചൻ, എന്താണ് അഭിപ്രായം? നമസ്കാരം സാർ. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവരും പറയുമ്പോഴും മതനിരപേക്ഷത പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും മൂത്ത് പിടിക്കാൻ വരുന്നത്. എന്നാൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും എല്ലാവരിലും ഉണ്ട് കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും എന്ന രീതിയിൽ എല്ലാ രീതിയിലും ഉണ്ട്. അതിന് എല്ലാവരും പരസ്പരം കുറ്റം ചാരി ഓരോ രാഷ്ട്രീയ പാർട്ടി പരസ്പരം കുറ്റം ചാരി അതൊരു രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ കാണിക്കുന്നതല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയില്ലാത്ത, ഏത് രാഷ്ട്രീയ കൊള്ളക്കാരില്ലാത്ത, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ കൈക്കൂലിക്കാരില്ലാത്ത, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അല്ലാത്ത കാര്യങ്ങൾ നല്ലവരും ഇല്ലേ? പക്ഷെ ഇവരെല്ലാം അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടി ഓരോ രാഷ്ട്രീയക്കാരും ഓരോരുത്തരെ കഴികാരി ഒരു രക്ഷപ്പെടാനുള്ള മാർഗമാണ് നോക്കുന്നത്. പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ആര് എന്ത് ചെയ്യും, ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും. ആ രീതിയിൽ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് ആ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ചെയ്യുന്ന നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ രാഷ്ട്രീയം നോക്കിയല്ല. രാഷ്ട്രീയം നോക്കാൻ കുറെ ആൾക്കാർ, ഒരു 10% ആൾക്കാർ രാഷ്ട്രീയം നോക്കാൻ വോട്ട് ചെയ്യും. എന്താ കാരണം വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറയാനും നമുക്കൊരു സൗകര്യമുള്ള ഒരു നേതാവ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ആരും പറയാതെ എല്ലാവരും അവരോട് സൗകര്യാർത്ഥം നോക്കി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങേക്ക് തുടരാം. ഈ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നേരത്തെ മുതൽ ഉള്ളത് LDF മാറുമ്പോൾ UDF വരുന്നു, UDF മാറുമ്പോൾ LDF വരുന്നു എന്നതാണ്. ആ ഒരു സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രണ്ട് മുന്നണികളിലും പെട്ടിട്ടുള്ള ഈ തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ, ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ, അവരെല്ലാം മറുഭാഗത്തു നിന്നുള്ള ഭരണം ഉണ്ടായിരുന്നു. LDF ഭരിക്കുന്ന സമയത്ത് കുഴപ്പം കാണിക്കുന്ന ആളുകൾ, പ്രതികളായിട്ടുള്ള ആളുകൾ, അഴിമതി കാണിക്കുന്ന ആളുകൾ, അവരെല്ലാം തന്നെ UDF വരുമ്പോൾ ജനങ്ങൾ ധരിക്കുന്നത് അപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്യപ്പെടും, അവരെല്ലാം കേസിൽ അവർക്കെതിരെയുള്ള കേസ് നടപടികൾ ശക്തമായി കൊണ്ടുപോകുമെന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു മുന്നണി മാറി അധികാരത്തിൽ വന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി നമുക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ രണ്ട് മുന്നണികളും ഈ കാര്യത്തെ നടത്തുന്നത് പരസ്പരമുള്ള ആളുകളെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ മറ്റു മുന്നണിയെ UDFന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെയാണെങ്കിൽ LDFും, LDFന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് UDFും പരസ്പരം സംരക്ഷിക്കുന്ന ഒരു സഹകരണ സംഘമായി കേരളത്തിൽ എത്രയോ കാലങ്ങളായി മാറി മാറി വരണമെന്നായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത് ആ രാഷ്ട്രീയത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു കൃഷ്ണരാജ്. കേരളത്തിലെ ജനങ്ങൾ നേരത്തെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി വന്നതുപോലെ തന്നെ, ഫാദർ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ, മുന്നണികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ BJP സംവിധാനത്തെ, NDA സംവിധാനത്തെ ഞങ്ങൾ മാറ്റി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി നടത്തിയിരുന്ന പ്രചരണത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് നിരന്തരമായ പ്രചരണം നടത്തിയ കുത്തുക മാധ്യമങ്ങളും അതുപോലെ തന്നെ രണ്ട് മുന്നണികളും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള വലിയ വിജയം കാണുന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സൂചനയാണ്. ഇപ്പൊ LDF മാറിയാൽ UDF വരുമെന്നുള്ള കേരളത്തിലെ പ്രചരണത്തിന് വലിയ മാറ്റം വന്നിരിക്കുന്നു. UDF മാറിയാൽ LDF വരുമെന്നുള്ളതും മാറ്റം വന്നിരിക്കുന്നു. UDFന്റെ MP മാർ പരാജയപ്പെടുമ്പോൾ BJP ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. LDFന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം മാറുന്ന സമയത്ത് സാധാരണ നിലക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താ സംഭവിക്കേണ്ടത്? LDF മാറിയാൽ UDF. എറണാകുളത്ത് നിന്നൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, അങ്ങ് ജനശബ്ദത്തിന്റെ വിഷയം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നറിയാം. എന്താണ് അഭിപ്രായമായി പറയാനുള്ളത്?
തീർച്ചയായിട്ടും ഇതില് കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാല്ല എന്നാണ്. എല്ലാവരും പോയി കഴിഞ്ഞു നല്ലവര്. ഇപ്പൊ എന്നിട്ട് പിഷാരടിനെ പിടിച്ച് പാലക്കാട് നിർത്തിയിരിക്കുകയാണ്. ആ പിഷാരടി നല്ല ഒരു കോമഡി ഇത് അവതരിപ്പിക്കുന്ന ആളാണെന്ന് അദ്ദേഹം ഒരു ജനത്തിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ആ കോമഡിയെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് പറഞ്ഞത്? ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നല്ല കോമഡിയല്ലേ പറഞ്ഞത്? ബലാസംഗമൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം അവർക്ക് പരിഹാരമുണ്ടാക്കുകയും എന്നുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ ഓരോ സ്ഥാനാർത്ഥി, ഞാൻ കുന്നത്തുകാട് മണ്ഡലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി അറിയാം, അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ്, ബാബു ദിവാകരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാല് അപ്പൊ കോൺഗ്രസിന് അർഹരായ ആൾക്കാരെ വേണ്ട, ഇതേപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ മാത്രം അവര് കൊണ്ടുവന്നുകൊണ്ട് അവര് മത്സരിപ്പിക്കുകയും മത്സരിക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു ജനങ്ങൾക്ക് തന്നെ ബോധ്യമായി. അതിനുള്ള ഒരു റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകാനായിട്ട് പോകുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ശരി വിനോദ്.